വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കരാറുകാരൻ കുത്തിയിരിപ്പ് സമരം നടത്തിയതിൽ പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണനും സെക്രട്ടറി എം ജയലക്ഷ്മിയും. നിലവിലെ ഭരണസമിതി പണം പിടിച്ചുവെച്ചു എന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും പുതിയ ഭരണസമിതിയെ പഴിക്കുന്നതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സംശയിക്കുന്നതായും ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇതില് കഴിഞ്ഞ ഭരണസമിതിയിൽ ഞാൻ അംഗമായിരുന്നു. എല്ലാവരുടെയും ആവശ്യപ്രകാരം 22 പേരും കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് ബൾബുകൾ എവിടെയില്ല ഇടാതെ ആന ഇറങ്ങിയിട്ടും മറ്റുള്ള ശല്യത്തിൽ കാരണം എല്ലാവരും കൂടി തീരുമാനിച്ചതാണ് അടിയന്തരമായി ഒരാളെ കൂടി വെക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ മുജീബ് എന്ന അദ്ദേഹത്തെ നമ്മളോട് നിയമിക്കുന്നത്. അദ്ദേഹം വന്നു, ബൾബുകൾ ആദ്യ റൗണ്ടിൽ ഇട്ടു. ആ ഇട്ടതിൻ്റെ ശേഷം ചിലപ്പോൾ ആ ഇട്ടിട്ട് കോണി എടുത്ത് മാറുമ്പോൾ തന്നെ ആ ബൾബ് പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, പഴയ ബൾബുകളാണ് പെടുന്നത്. വ്യാപകമായിട്ടുള്ള പരാതികളായിരുന്നു അന്ന് മുതൽ, വ്യാപകമായിട്ടുള്ള. പിന്നെ അതിൻ്റെ ലീഗൽ വശങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സെക്രട്ടറി പറയും എന്നുള്ളത് ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല. ഇത് എന്ത് താല്പര്യം വെച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ ഞാൻ അംഗമായിരുന്നു, ഏകകണ്ഠമായിട്ടാണ് തീരുമാനമെടുത്തത്. ഈ ഭരണസമിതിയിലും ഏകകണ്ഠമായി തീരുമാനമെടുത്തിട്ടാണ് അദ്ദേഹത്തെ ഒഴിവായി. ഇവിടെയുള്ള മെമ്പർമാരടുത്ത് ചോദിച്ചാൽ അറിയാം, ബൾബ് ഇടാൻ പറഞ്ഞാൽ പൈസ തരൂ, ഞാൻ കോയമ്പത്തൂർ പോയി മേടിച്ചു കൊടുന്ന് ഇടാം. അങ്ങനെയല്ല എഗ്രിമെന്റുകളെ കുറിച്ച് സെക്രട്ടറി പറയും. എന്നാൽ ഈ ഭരണസമിതി വന്നിട്ട് ഒരു ബൾബ് പോലും ഇദ്ദേഹം ഇട്ടിട്ടില്ല. പക്ഷെ ഒരു ഏകദേശം ഞങ്ങൾ 1,80,000 രൂപയോളം ഇപ്പൊ കൊടുത്തു. കഴിഞ്ഞ ആഴ്ചയിലാണ് 75,000 രൂപ കൊടുത്തത്. അതിന് മുന്നത്തെ ആഴ്ചയിലാണ് 80,000 രൂപയോളം കൊടുത്തത്. ഇത്രയും പൈസ ഒരു ബൾബ് പോലും ഇടാതെ കഴിഞ്ഞ കാലങ്ങളിൽ ഇട്ടു, അതിന്റെ ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അപ്പൊ അദ്ദേഹം എന്തോ താല്പര്യത്തിന്റെയോ അല്ലെങ്കിൽ ഈ ഭരണസമിതിയുടെ മുഖം നഷ്ടപ്പെടുത്താനു വേണ്ടി ഈ പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിരുന്ന് നമ്മളെ കളിയാക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മറ്റു കണക്കുകളെ കുറിച്ചെല്ലാം സെക്രട്ടറി പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല. പല താല്പര്യങ്ങളും ഉണ്ടാവാം. ഞാനത് ഒരു ഔദ്യോഗികമായിട്ടുള്ള യോഗം അല്ല നമ്മൾ മറുപടി പറയണം ആയതുകൊണ്ട് ഞാൻ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല. കാരണം ഞാൻ ഇരിക്കുന്ന കസേര സെക്രട്ടറിയാണ് ഇരിക്കുന്നത്, ആയതുകൊണ്ട് ഞാൻ പറയില്ല. അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. വഴിവിളക്ക് അറ്റകുറ്റപ്പണിയടക്കം 10 ലക്ഷത്തിനാണ് കരാർ നൽകിയതെന്നും മുജീബ് എന്ന വ്യക്തി കരാർ ലംഘനം നടത്തിയതിനെ തുടർന്ന് ഭരണസമിതിയുടെ ഏകകണ്ഠേന തീരുമാനപ്രകാരം ഗ്രാമപഞ്ചായത്തിന് കരാർ റദ്ദാക്കേണ്ടി വന്നുവെന്നും എം ജയലക്ഷ്മി കൂട്ടിച്ചേർത്തു. കരാർ കാലാവധി 6 മാസം കൂടി ഉണ്ടെന്നിരിക്കെ ഇതിനോടകം തന്നെ 5,25,540 രൂപ മുജീബ് കൈപ്പറ്റിയെന്നും നിയമാനുസൃതം ഒരു തുകയും അദ്ദേഹത്തിന് നൽകാനില്ലെന്നും സെക്രട്ടറി പറഞ്ഞു. തെരുവുവിളക്ക് പരിപാലനത്തിനായി കഴിഞ്ഞ ഏപ്രിൽ റീടെൻഡർ നടത്തിയത് പ്രകാരമാണ് ശ്രീ മുജീബ് എന്ന ആൾ ചേലക്കര ഗ്രാമപഞ്ചായത്തുമായി കരാറിൽ ഏർപ്പെടുന്നതും ഒരു വിളക്കിന് 390 രൂപ എന്ന നിരക്കിൽ കരാർ ഏറ്റെടുക്കുന്നതും. അദ്ദേഹവുമായി ഗ്രാമപഞ്ചായത്തിനുള്ള കരാർ പ്രകാരം ഒരിക്കലും തുക മുൻകൂറായി നൽകാമെന്നില്ല. ഒരു വർഷത്തെ ഒരു പോസ്റ്റിൽ 1 വർഷം ലൈറ്റ് കത്തിയാലാണ് 390 രൂപ അനുവദിക്കാവുന്നത്. എന്നിരുന്നാലും അദ്ദേഹം ആദ്യഘട്ടം കഴിഞ്ഞ ഓരോ ഘട്ടവും കഴിയുമ്പോൾ പൈസയില്ലാന്നും മെയിൻ്റനൻസിനും കൂലിക്കും പൈസയില്ല എന്ന് അറിയിച്ചതിൻ്റെ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എഴുതി തരുന്ന മുറയ്ക്ക് ആദ്യഘട്ടം ഒരു 390 രൂപയുടെ പകുതി രൂപ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ വരെ പല യോഗങ്ങളിലും ഇദ്ദേഹത്തെ വിളിച്ച് ഇദ്ദേഹം കത്തിച്ച പോലെ പോസ്റ്റിലും ലൈറ്റ് ഇല്ല എന്ന് ഭരണസമിതിയിലും നേരിട്ടും എല്ലാം ഇദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളതാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള അപാകതകൾ അറിയിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മെമ്പർമാർ പറഞ്ഞ സാഹചര്യത്തിൽ ആ പോസ്റ്റുകളുടെ എല്ലാം പകുതി പൈസ നാളിതുവരെ നൽകിയിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം കത്തിച്ച പോസ്റ്റുകളിൽ സേവനം ലഭ്യമാകാതിരിക്കുകയും അദ്ദേഹം ജനപ്രതിനിധികൾ വിളിച്ച പ്രകാരം പല വാർഡുകളിലും എത്താതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഐക്യകണ്ഠേന പുതിയ ഭരണസമിതി അദ്ദേഹത്തിൻ്റെ സേവനം തൃപ്തികരമല്ല എന്ന്
കണ്ടെത്തുകയും അത് അവസാനിപ്പിക്കാം എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തോട് അതിന് വിശദീകരണം ആരായുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും തൃപ്തികരമായ യാതൊരു വിശദീകരണവും അദ്ദേഹം നൽകിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു തവണ കയറിയെങ്കിലും മുഴുവൻ തുകയായ 390 രൂപയും ലഭ്യമാക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അതിലെ പല പോസ്റ്റുകളും നിലവിലും ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കത്താതിരിക്കുകയാണ്. നിലവിൽ വേറൊരു കരാറുകാരനെ വിളിച്ചിട്ടാണ് ഗ്രാമപഞ്ചായത്ത് തുടർ നടപടികൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന് 10 ലക്ഷത്തിലെ ഗ്രാമപഞ്ചായത്ത് 5,25,540 രൂപ നാളെ ഇതുവരെയായി അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പകുതിയിലധികം. ഇനി 6 മാസം കെടുക്കുകയാണ് കരാർ കാലാവധി. ബാക്കിയുള്ള സേവനം ചെയ്യാതെ തുക നൽകണമെന്ന് പല വിധത്തിലുള്ള ഭീഷണി വഴി, അല്ലെങ്കിൽ ഞാനത് വാങ്ങും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭീഷണി. അത് ഒരു തെറ്റായ ഒരു സന്ദേശമാണ്. നമ്മൾ സേവനം ചെയ്യാതെ ഒരു സർക്കാർ ഓഫീസിൽ വന്നിട്ട് ഞാൻ ഏത് വിധേനയും നിർബന്ധപൂർവ്വം പൈസ വാങ്ങും എന്നുള്ളതാണ്. ഇതിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായോ നമ്മൾ വഴിവിട്ട യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, സേവനം ചെയ്തതിന് അദ്ദേഹത്തിന് കൃത്യമായ കൂലിയും നൽകിയിട്ടുള്ളതാണ്. നിലവിൽ അദ്ദേഹം സേവനം ചെയ്ത എല്ലാ ലൈറ്റുകൾക്കും അദ്ദേഹത്തിന് പൈസ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ബില്ല് ഇവിടെ തന്നിട്ടുണ്ട്. അതിന് ഒരൊറ്റ ജനപ്രതിനിധികളും ഒപ്പിട്ട് നൽകിയിട്ടില്ല. അത്രയും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നന്നാക്കി എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങളോ ഈ ഭരണസമിതി അംഗങ്ങളോ അത് ആധികാരികമാക്കി തന്നിട്ടില്ല. ആ പൈസയെല്ലാം നൽകാനുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അത് തികച്ചും വാസ്തവവിരുദ്ധമാണ്. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.